ഹായ്, ഞാനാണ് ഗുരു രമേശ്. ഇന്ന് സെൻറ് മേരീസ് സ്കൂളിലെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സെൻറ് മേരീസ് സ്കൂളിലാണ് നിൽക്കുന്നത്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. സ്കൂളിൽ കുട്ടികളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. കാരണം ഇവർ വലുതായിട്ട് നല്ലൊരു സിറ്റിസണും നല്ലൊരു ഗ്രേറ്റ് ലീഡറും സൊസൈറ്റിയിലായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വോട്ടറും ഒരു നോമിനേറ്ററും കൂടിയായ ഗൗരി ശങ്കറിൻ്റെ അടുത്ത് നമുക്ക് ഇന്നത്തെ അഭിപ്രായം ചോദിക്കാം. അതെ, ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കാൻ പോകുന്നത്. ആരാണ് ജയിക്കുന്നതെന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ നോമിനേറ്റർ നിൽക്കുന്നുണ്ട്, അതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് കാണാം, എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കുറച്ച് ആൾക്കാരും കൂടി മാത്രം വോട്ട് രേഖപ്പെടുത്താനുണ്ട്. ഇതാ അവിടെ 3 കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എൻ്റെ കൂട്ടുകാരുണ്ട് നോമിനേഷനിൽ നിൽക്കുന്നത്. ആരാണ് ജയിക്കുക എന്നറിയില്ല. നോമിനേഷനിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുടെ പേരറിയാം. നിങ്ങളുടെ കൂട്ടുകാർ ധ്രുവ്, ഗൗരി, അദ്രി, ഇവരൊക്കെയാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വളരെ എക്സൈറ്റ്മെൻറ്റോട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആര് വരണമെന്നാണ് ആഗ്രഹം? എൻ്റെ ഫ്രണ്ടായിരുന്നില്ല. ഫ്രണ്ട് ആയിരുന്നില്ലെങ്കിലോ? താങ്കൾക്ക് ഒന്നുമില്ല, ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. മധു ഇവിടെ സെമി സ്കൂൾ ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ ലൈവിലാണ്. അപ്പോൾ ഞാനിവിടെ കുറേ വോട്ടേഴ്സ് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് അവരെല്ലാം ചോദിക്കാം. എന്താണ് പേര്? എൻ്റെ പേര് ആരാധ്യ. എങ്ങനെയുണ്ടായിരുന്നു വോട്ടിംഗ് എക്സ്പീരിയൻസ്? ഇത് നന്നായിട്ട് ഇഷ്ടമായി. എനിക്ക് സിംഗറിലൊക്കെ ഇരുത്തം ഭയങ്കര ഇഷ്ടമായിരുന്നു. സെൻറ് മേരീസിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ആണല്ലേ? ഫസ്റ്റ് ടൈമാണ്. അടുത്തതായിട്ടുള്ളത് നമുക്കൊരു പെൺകുട്ടിയുടെ. ഹായ്, എന്താണ് പേര്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ സെൻറ് മേരീസ് സ്കൂൾ ഇലക്ഷൻ? ഇഷ്ടായോ? എല്ലാവരും ഇഷ്ടായോ? ഫസ്റ്റ് ടൈം ആണോ ഇത്? അപ്പൊ പ്രേക്ഷകരെ നമുക്ക് കാണാം, നമ്മുടെ ക്ലാസ് 7th കുട്ടികൾ ഇവിടെ വോട്ട് ചെയ്യാൻ ഈഗറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് വോട്ട് ചെയ്യാൻ. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? എന്താണ് കുട്ടിയുടെ പേര്? എൻ്റെ പേര് ഹിരൺമയി. ഇവിടെ കൂടിയുള്ളത് മഞ്ജുഷ ടീച്ചറാണ്. ഇപ്പൊ ടീച്ചർ എങ്ങനെയുണ്ട് നമ്മുടെ എന്താണ് ടീച്ചർ പണി? എല്ലാവരും 100% സീരിയസോടുകൂടി തന്നെയാണ് വോട്ട് ചെയ്തെത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു പാർലമെന്റ് ഇലക്ഷനെ സമീപിക്കുന്നത് ആ രീതിയിൽ അതേ സീരിയസോടുകൂടി തന്നെ എല്ലാ കുട്ടികളും സമീപിക്കുന്നു. അപ്പൊ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ കവിത ജോസഫ്. സിസ്റ്റർ, എന്താണ് നമ്മൾ ഈ പാർലമെന്റ് ഇലക്ഷനെ പറ്റി തോന്നുന്നത്? സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത പോലെ തന്നെ ഇന്നാണ് നടക്കുന്നത്. 16th അറൗണ്ട് 14 കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ നോമിനേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് വിന്നറെന്ന് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ സമയത്ത് ഞാൻ പ്രത്യേകം നേരുകയാണ്. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. നമ്മുടെ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഇലക്ഷൻ നടക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ടാണ് വരുന്നത്. അപ്പം 23-ാം തീയതിയോ എന്നെല്ലാം നിങ്ങളെല്ലാവരും ഒത്തുകൂടണം. അപ്പം നമ്മൾ ഇലക്ഷനിലെ കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും ഒരു നല്ല ഓൾ ദി ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.